ഹരേ കൃഷ്ണ. ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ്റെ ലീലകൾ തന്നെയാണ്. ഉണ്ണിക്കണ്ണൻ തൻ്റെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ടും മായാലീലകൾ കൊണ്ടും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി തീർന്നു. ഗോപസ്ത്രീകൾക്ക് കണ്ണനെ കാണാനും നേരം പോലും കാണാതിരിക്കാൻ വയ്യുന്ന സ്ഥിതിയായി. തന്നോടാണ് അവന് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് ഓരോ ഗോപിമാരും വിചാരിച്ചു. ഉണ്ണികൃഷ്ണൻ്റെ മുരളീനാദം കേൾക്കുമ്പോൾ അവർ സർവവും മറന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ചുറ്റും നൃത്തം വയ്ക്കുക പതിവായി. പല വിധത്തിലുള്ള ലീലാവിനോദങ്ങൾ കൊണ്ട് കണ്ണൻ ഓരോരുത്തരെയും രസിപ്പിച്ചു കൊണ്ടിരുന്നു. ഒരവസരത്തിൽ യൗവനയുക്തകളും സുന്ദരികളുമായ ഏതാനും ഗോപസ്ത്രീകൾ അവരുടെ ഉടയാടകളെല്ലാം കരയിൽ അഴിച്ചു വച്ചിട്ട് യമുനാ നദിയിലിറങ്ങി ജലക്രീഡ ചെയ്യുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ അതുവഴി തവരാനിടയായി. ഈ കാഴ്ച കണ്ടപ്പോൾ ഗോപസ്ത്രീകളുടെ സൗന്ദര്യദർപ്പം അല്പമൊന്ന് കുറയ്ക്കണമെന്നും അവർക്ക് തന്നോടുള്ള ഭക്തി എത്രമാത്രം ഉണ്ടെന്നും ഒന്ന് പരീക്ഷിക്കണമെന്നും നിശ്ചയിച്ചു. അവരറിയാതെ അവരുടെ ആടയാഭരണങ്ങളെല്ലാം എടുത്ത് അടുത്തുള്ള ഒരു അരയാലിൻ്റെ കൊമ്പുകളിൽ തൂക്കിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ അതിൻ്റെ ഒരു ശിഖരത്തിൽ കയറിയിരുന്ന് ഓടക്കുഴൽ ഊതാൻ തുടങ്ങി. വേണുനാദം കേട്ട് ഗോപസ്ത്രീകൾ മേൽപോട്ട് നോക്കിയപ്പോഴാണ് കണ്ണൻ കാണിച്ച കുസൃതി അവർ കണ്ടത്. നഗ്നകളായ അവർ ലജ്ജിച്ച് അരയ്ക്ക് മീതെ വെള്ളത്തിൽ നിന്ന് നാണം മറച്ചുകൊണ്ട് അവരുടെ ആടകൾ എടുത്തു കൊടുക്കാൻ കണ്ണനോട് ആവശ്യപ്പെട്ടു, യാചിച്ചു. കരയ്ക്ക് കയറി വന്ന് ചോദിച്ചാൽ കൊടുക്കാമെന്നായിരുന്നു കണ്ണൻ്റെ മറുപടി. ഒടുവിൽ ഒരു കൈ കൊണ്ട് അവ കരയ്ക്ക് കയറി വന്നു. നഗ്നരായി ജലക്രീഡ ചെയ്തുകൊണ്ട് യമുനയെ അവഹേളിച്ചതിന് പ്രായശ്ചിത്തമായി രണ്ട് കൈകളും പൊക്കി തൊഴുതു പിടിച്ചുകൊണ്ട് ക്ഷമായാചനം ചെയ്യണമെന്നായി കണ്ണൻ. ഗോപസ്ത്രീകൾ അതും അനുസരിച്ച് ആടയാഭരണങ്ങൾ വാങ്ങി ധരിച്ചു. ഒരു ദിവസം പൈക്കിളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോപാലകന്മാർ അത്യധികം ക്ഷുദ്വിവാസാപീഡിതരായി തീർന്നു. അവർ കൃഷ്ണൻ്റെ അടുക്കൽ സങ്കടം പറഞ്ഞു. സമീപത്തു തന്നെ ഒരു സ്ഥലത്ത് ബ്രാഹ്മണർ ഒരു യാഗം നടത്തുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ അവരോട് അവിടെ ചെന്ന് താൻ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞാൽ മൃഷ്ടാന ഭോജനം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അതനുസരിച്ച് അവർ യാഗശാലയിൽ ചെന്ന് അന്നയാചിച്ചു. എന്നാൽ ബ്രാഹ്മണരാകട്ടെ അവരെ കണ്ടതായി പോലും നടിച്ചില്ല. അവർ മടങ്ങി വന്ന് കൃഷ്ണനോട് കാര്യം പറഞ്ഞു. വീണ്ടും പോയി ബ്രാഹ്മണ പത്നിമാരോട് യാചിക്കാൻ കൃഷ്ണൻ അവരെ നിയോഗിച്ചു. കൃഷ്ണൻ്റെ പേര് കേട്ടപ്പോഴേക്കും ബ്രാഹ്മണ പത്നിമാർ മറ്റും സകലതും മറന്ന് ഭർത്താക്കന്മാർ തടുത്തിട്ടും വകവയ്ക്കാതെ ഭോജ്യവസ്തുക്കൾ നിറച്ച പാത്രങ്ങളും വഹിച്ചുകൊണ്ട് കൃഷ്ണസന്നിധിയിലെത്തുകയും അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങുകയും ചെയ്തു. അവരുടെ ഭക്തി കണ്ട് സന്തുഷ്ടനായ ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് യാഗശാലയിലേക്ക് മടക്കി അയച്ചു. അവർ കൊണ്ടുവന്ന നൈവേദ്യം എല്ലാവരും ഭക്ഷിച്ചു. ബ്രാഹ്മണരും പിന്നീട് അവർക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കി ഭക്തരായി തീർന്നു. ഒരിക്കൽ നന്ദഗോപനും ഗോപന്മാരും കൂടി ദേവേന്ദ്രനെ ഉദ്ദേശിച്ച് ഒരു യാഗം നടത്തുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. എന്തിനാണ് യാഗം നടത്തുന്നതെന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ നന്ദൻ ഇപ്രകാരം പറഞ്ഞു. ഉണ്ണി, ദേവേന്ദ്രനാണ് നമ്മുടെ രക്ഷിതാവ്. ദേവേന്ദ്രൻ മേഘങ്ങളുടെ രാജാവാണ്. മേഘങ്ങൾ മഴ പെയ്യ്ക്കുന്നത് കൊണ്ടാണ് പുല്ലും സസ്യങ്ങളും വളരുന്നത്. അതുകൊണ്ടാണ് നാമും നമ്മുടെ പശുക്കളും ജീവിക്കുന്നത്. അതുകൊണ്ട് കൂടെ ദേവേന്ദ്രനെ പ്രസാദിപ്പിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ ഉണ്ടാകും. രണ്ടും നമുക്ക് ദോഷം ചെയ്യും. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ദേവേന്ദ്രനല്ല, കർമ്മമാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. കർമ്മഫലമാണ് എല്ലാവരും അനുഭവിക്കുന്നത്. ദേവേന്ദ്രൻ പോലും അതിൽ നിന്നും വിമുക്തനല്ല. അതുകൊണ്ട് ദേവേന്ദ്രൻ പ്രസാദിച്ചില്ലെങ്കിൽ സർവ്വവും നശിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവയുടെ ഫലങ്ങൾ അനുഭവിക്കാനും അനുഗ്രഹിക്കുന്നത് അവരവരുടെ കുലദേവതകളാണ്. ഗോപാലന്മാരായ നമ്മുടെ കുലദൈവം ഗോവർദ്ധന പർവ്വതമാണ്. അതുകൊണ്ട് ഈ യാഗം ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ദേശിച്ച് ചെയ്യേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ്റെ ഈ യുക്തിവാദം എല്ലാവർക്കും ബോധ്യമായി. കൊടിതോരണങ്ങളെക്കൊണ്ട് ഗോവർദ്ധന പർവ്വതം മുഴുവൻ അലങ്കരിച്ചു. എല്ലാവരും പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. സ്തോത്രങ്ങൾ പാടി ധാരാളം ഭോജ്യപദാർത്ഥങ്ങൾ പർവ്വതത്തിന് നിവേദിച്ചു. കൃഷ്ണൻ പർവ്വതത്തിനു വേണ്ടി അവയെല്ലാം സ്വീകരിച്ച് ആശീർവദിച്ചു. അങ്ങനെ ആ യാഗം സമാപിച്ചു. ഗോപന്മാരുടെ ഈ പ്രവൃത്തി കണ്ട് ദേവേന്ദ്രൻ ക്ഷുഭിതനായി. കൃഷ്ണൻ്റെ പ്രേരണ മൂലമാണ് ഗോപന്മാർ തന്നെ ധിക്കരിച്ചതെന്ന് ദേവേന്ദ്രന് ബോധ്യമായി. മേഘങ്ങളെ വിളിച്ച് കോരമാരി ചൊരിഞ്ഞ് ഗോകുലം മുഴുവൻ പ്രളയത്തിലാഴ്ത്താൻ ആജ്ഞാപിച്ചു. അടുത്ത നിമിഷത്തിൽ ഇടിയും മിന്നലും കൊടുങ്കാറ്റും പേമാരിയും ആരംഭിച്ചു. സർവത്ര ജലപ്രളയം. എല്ലാവരും ഭയം കൊണ്ടും ശൈത്യം കൊണ്ടും കിടുകിടാ വിറച്ചു. കൃഷ്ണൻ എല്ലാവരെയും സമാശ്വസിപ്പിച്ചു. ഗോവർദ്ധന പർവ്വതം അടിയോടെ പൊക്കിയെടുത്ത് ഒരു കുട പോലെ കൃഷ്ണൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. എല്ലാവരും ഗോവർദ്ധനത്തോടുകൂടി അതിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചു. 7 ദിവസം നീണ്ടുനിന്ന ഘോരമാരിയും കൊടുങ്കാറ്റും പർവ്വതത്തിന് കീഴിൽ നിന്ന് ഗോപന്മാരെയും ഗോക്കളെയും ഒട്ടും ബാധിച്ചില്ല.
ഒടുവിൽ ദേവേന്ദ്രൻ തൻ്റെ പരാജയം സമ്മതിച്ച് മേഘങ്ങളെ പിൻവലിച്ചു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. കൃഷ്ണൻ പർവ്വതത്തെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ദേവേന്ദ്രൻ്റെ ദർപ്പവും ശമിപ്പിച്ചു.